ഡോക്ടർ, നമസ്കാരം. നമ്മൾ ഇന്ന് പൊതുവായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് മദ്യപാനം. അതുപോലെ ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട് നിരവധി രോഗാവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥ തന്നെയാണ് മാനസികമായിട്ടുണ്ടാവുന്ന വിഷാദ രോഗം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ പലപ്പോഴും നമ്മൾ മദ്യപാനം എന്ന് പറയുമ്പം ഒരാൾ മദ്യപിക്കുന്നു അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും ഈ മദ്യപാനത്തിന്റെ കൂടെ തന്നെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വിഷാദ രോഗവും അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗം. അപ്പം ഇത് രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഒരു 3 മടങ്ങ് അല്ലെങ്കിൽ 4 മടങ്ങ് മദ്യപിക്കുന്ന ആളുകളിൽ, മദ്യപാനം എന്നൊരു രോഗാവസ്ഥയുള്ള ആളുകളിൽ വിഷാദ രോഗം കണ്ടുവരുന്നതാണ്. അപ്പൊ അതില് ഈ മദ്യപാനം എന്ന് പറയുമ്പം നമ്മൾ ആ മദ്യം കുടിക്കുന്ന എല്ലാവരെയും ഒരു രോഗാവസ്ഥ എന്ന രീതിയിലല്ല. അതിനപ്പുറം മദ്യം കുടിക്കുന്നത് കൂടെ അതിനോടൊപ്പം രോഗാവസ്ഥയിൽ കുടിക്കുന്നുണ്ടെങ്കിൽ, അതായത് അത് ആ ഒരു വ്യക്തിയുടെ ദൈനംദിന കാര്യങ്ങളിലോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ബന്ധങ്ങളെയോ അല്ലെങ്കിൽ ഉറക്കം മറ്റവസ്ഥയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അന്നേരം അതൊരു രോഗാവസ്ഥയാകും. അന്നേരം മാത്രമാണ് നമ്മൾ അതിനെ ഒരു ചികിത്സാ രീതിയിലോട്ട് പോകുന്നത്. ഇപ്പം പലപ്പോഴും ചികിത്സിക്കുമ്പം മദ്യപാനം മാത്രം ആയിരിക്കത്തില്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിലപ്പുറം ആ, ഒരു അണ്ടർലൈങ് ആയിട്ട് ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടോ ഇല്ലയോ എന്നും കൂടി നമുക്ക് റൂൾ ഔട്ട് ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ സംസാരിക്കാമെന്നുള്ളത് തീരുമാനിച്ചത്.